ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ അത്തലമാറ്റിൻ്റെ നാളത്തെ ഒരു അടിപൊളി പ്രമോ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ നവ്യയുടെ മുന്നിൽ വന്നിരിക്കുകയാണ് കനകം. അപ്പോൾ കനകം ചോദിക്കണം, നീ എന്താണ് ഇവിടെ മാറി നിൽക്കുന്നത്? കുടുംബത്തൊരു നല്ല കാര്യം നടക്കാനായിട്ട് പോകുന്നല്ലേ, അപ്പോൾ പിന്നെ നീ ഇങ്ങനെ മാറി നിന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നത്? അങ്ങോട്ട് വന്ന് കൂടറി എന്നൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് അങ്ങോട്ട് കൂടേണ്ട ആവശ്യമൊന്നുമില്ല. എന്താ, നീ ഈ കുടുംബത്തിൽ അംഗമല്ലേ? അത് ശരി, എന്നെ കുടുംബത്തിലെ അംഗമായിട്ട് നിങ്ങളൊക്കെ കരുതിയിട്ടുണ്ടോ? അല്ല, ഞാൻ നിങ്ങൾക്ക് ശത്രുവല്ലേ? പിന്നെ എന്തിനാ വിളിച്ച് പറയാൻ വേണ്ടി വരുന്നത്? എടി, അതൊക്കെ നിന്റെ കയ്യിലെ പ്രവൃത്തി കൊണ്ടിട്ടാണ് ഞങ്ങൾ അങ്ങനെ പറയുന്നത്. നിന്നോടെ അബിയെക്കുറിച്ചുള്ള പല കാര്യങ്ങളും പറഞ്ഞിട്ട് നീ അത് വിശ്വസിച്ചോ? ഇല്ലല്ലോ, നീ അങ്ങോട്ട് മാറി നിൽക്കുകയല്ലേ ചെയ്തത്. എനിക്ക് ഏറ്റവും വിശ്വാസം എൻ്റെ അബിയാണ്. എൻ്റെ അബിയ തന്നെയാണ് ഏറ്റവും നല്ലവനും. കൊള്ളാം. നിനക്കേ അധികം താമസിയാതെ അവൻ്റെ യഥാർത്ഥ സ്വഭാവം നിനക്ക് മനസ്സിലായിക്കോളും. ഞങ്ങളൊന്നും പറഞ്ഞാൽ നിനക്കത് വിശ്വാസമായില്ലെന്ന് വരും. പക്ഷേ അവൻ്റെ യഥാർത്ഥ സ്വഭാവം നീ മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അമ്മയ്ക്കിപ്പോൾ എന്താ വേണ്ടത്? എന്താണ് എന്നെ വന്ന് നിങ്ങൾ എന്തിനിങ്ങനെ ശല്യപ്പെടുത്തുന്നതെന്ന് ചോദിക്കുമ്പോൾ, നിന്നോട് അവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് എല്ലാവരും ഒന്ന് ബോധിപ്പിക്കാൻ വേണ്ടി മുഖമെങ്കിലും കൊടുക്കാൻ പാടില്ലേ? വേണ്ട, അതിൻ്റെ ആവശ്യം എനിക്കില്ലെന്നേ. എനിക്കിഷ്ടമുണ്ടെങ്കിൽ വരും, വരാതിരിക്കും. അതൊക്കെ എൻ്റെ താല്പര്യമാണ്. അതിലൊന്നും നിങ്ങൾ കൈയെഴുതേണ്ട കാര്യമൊന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങോട്ട് മാറി നിൽക്കുക. അപ്പോൾ കനകത്തിന് വന്ന അരിശം, നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ലടി. നിന്റെ അനിയത്തി കിടന്ന് അവിടെ കഷ്ടപ്പെടുന്നത് കണ്ടില്ലേ? അവൾ എത്ര നല്ല സ്വഭാവക്കാരിയാണെന്ന് അറിയാവോ? ആയിക്കോട്ടെ അമ്മേ, നിങ്ങളൊക്കെ നല്ല സ്വഭാവക്കാരി, ഞാനാണെങ്കിലോ മോശം സ്വഭാവക്കാരി. ഇനി പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ പറയുന്നത് കേൾക്കാനായിട്ട് എനിക്ക് താല്പര്യമില്ല. നിങ്ങളൊന്ന് എൻ്റെ മുന്നിൽ നിന്ന് പോയി തരാവോ ചോദിച്ചപ്പോഴേക്കും കനക പോവുക. പോയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ നവ്യയാണെങ്കിലും, എൻ്റെ ദൈവമേ, ഈ നിശ്ചയം ഒന്ന് എങ്ങനെയെങ്കിലും ഒന്ന് മുടങ്ങിയാൽ മതി. എനിക്കാണെങ്കിലും ഒരു മനസ്സമാധാനം ഇല്ലല്ലോ. അവിടെ നിശ്ചയം നടക്കണമെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ വരില്ല. അവന്തിക ഒരിക്കലും അനിയെ കല്യാണം കഴിക്കാനായിട്ട് പാടില്ല. അവർ തമ്മിലുള്ള കല്യാണം മുടങ്ങണം. എന്നിട്ട് എൻ്റെ നന്ദുവിന് തന്നെ കിട്ടണം അനിയെ. അതാണ് എൻ്റെ ആഗ്രഹം. അവർ രണ്ടുപേരും ആഗ്രഹിച്ചതുപോലെ തന്നെ അവർ ഒന്നിക്കട്ടെ. അതിനു വേണ്ടിയാണല്ലോ ഇത്രയും ഞാൻ കഷ്ടപ്പെട്ട് അവർക്കൊരു മെസ്സേജ് അയച്ചത്. പക്ഷേ ആരും എന്താ വരാത്തത്? മുഹൂർത്തത്തിനുള്ള സമയം ആയല്ലോ എൻ്റെ ദൈവമേ എന്നും പറഞ്ഞുകൊണ്ട് നവ്യ ഭയങ്കരമായിട്ടും ആദ്യം പിടിച്ചിങ്ങ് നിൽക്കുകയാണ്. ഇതേ സമയം തന്നെ അനിയോടൊക്കെ പറയണം, അനി ഇതേ താഴത്തേക്ക് പോകാനുള്ള സമയമായി, ദേ മുഹൂർത്തം എടുക്കാറായി. അപ്പോൾ മുത്തശ്ശനാണെങ്കിൽ ജ്യോത്സ്യനെ കാണുക. അപ്പോൾ ജ്യോത്സ്യനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ജ്യോത്സ്യൻ പറയുവാണ്, ആ ചെക്കൻ ഏതായാലും നന്നായിട്ട് ഇടഞ്ഞ് നിൽക്കുക. ആ സമയത്താണ് നിങ്ങൾ ഈ കല്യാണം നടത്താനായിട്ട് ഒരുങ്ങുന്നത്. പല പ്രശ്നങ്ങളുണ്ടാവും, പല ഇതുകളും മുന്നിലുണ്ടാകും. പക്ഷേ അതൊന്നും നിങ്ങൾ കാര്യമൊക്കെ നിൽക്കേണ്ട തിരുമേനി. ഞങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായി തിരുമേനി. അവൻ്റെ ഓരോ ചടങ്ങുകളിലും ഓരോ പ്രശ്നങ്ങളും ഉണ്ടാകാറുണ്ട്. അതെല്ലാം തരണം ചെയ്യണമെന്നല്ലേ തിരുമേനി പറഞ്ഞത്? അതെ, അത് തന്നെ തരണം ചെയ്യണം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ നല്ല കടുത്ത തീരുമാനത്തിൽ തന്നെ നിൽക്കുകയാണ്. എന്തൊക്കെ വന്നാലും ഈ നിശ്ചയം നടത്തും എന്നൊരു ഒറ്റ ഉദ്ദേശത്തോടു കൂടി തന്നെ നിൽക്കുകയാണ് ഇവർ രണ്ടുപേരും കൂടി. അങ്ങനെ അനിക്കാണെങ്കിൽ ഓരോ സമയം കഴിയും തോറും ആകെ ടെൻഷനായിട്ട് അങ്ങോട്ട് വരിക. അപ്പോൾ ടെൻഷൻ ഒരു രക്ഷയില്ല. നീ എന്തിനാണ് ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എടാ, നിനക്കറിയുന്ന കുട്ടിയാണ് അവന്തിക. അപ്പോൾ പിന്നെ ഈ കല്യാണം നടന്നു വെച്ച് കുഴപ്പമൊന്നുമില്ലല്ലോ. നിനക്ക് ഏതായാലും നന്ദുവിനോട് വലിയ താല്പര്യമൊന്നുമില്ലല്ലോ. പിന്നെ നീ ആരെ കല്യാണം കഴിച്ചാലും എന്താണ് പ്രശ്നം ഏട്ടാ? ഏട്ടന് പോലും എൻ്റെ മനസ്സ് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ ഏട്ടാ. നിങ്ങളോടൊക്കെ പറഞ്ഞിട്ട് എന്താണ് കാര്യം ഏട്ടാ? പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി ഏട്ടാ. മോനെ, നീ ഏതായാലും മുത്തശ്ശിയും പറഞ്ഞ് കേൾക്ക്, നീ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞുകൊണ്ട് അനിയുടെ കൈയും പിടിച്ചുകൊണ്ട് നേരെ താഴത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ്. എല്ലാവരും സന്തോഷത്തിലാണെങ്കിലും അനിയുടെ മുഖത്ത് വലിയ സന്തോഷമൊന്നുമില്ല. അങ്ങനെ പിന്നീട് അവന്തികയും വരികയാണ്. അപ്പോൾ അവന്തികയും ബാക്കി എല്ലാവരും സന്തോഷത്തിൽ. നമ്മുടെ നവ്യയാണെങ്കിൽ ആ പരിസരത്തിൽ പോലും വന്നിട്ടില്ല. നവ്യയെ വിളിച്ചിട്ടും കാര്യമില്ലെന്നറിയാം. അങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ ചുറ്റും കൂടി നിൽക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ കുടുംബത്തിൽ വലിയൊരു ശുഭമുഹൂർത്തം തന്നെ നടക്കാനായിട്ട് പോവുകയാണ്. അനിയുടെയും അവന്തികയുടെയും മോതിരമാറ്റ ചടങ്ങാണ് ഇവിടെ നടത്താനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും പേരുള്ളൂ, നല്ല ഗംഭീരമായിട്ട് നടക്കണമെന്നൊക്കെ മുത്തശ്ശൻ പറയുക. അവന്തിക സന്തോഷം കൊണ്ട് മതിമറക്കുന്നു. പക്ഷേ അനിയുടെ മുഖത്ത് ഒരു തരിമ്പ് ചിരി പോലും അവിടെ കാണുന്നില്ല. അപ്പോൾ തിരുമേനി മുഹൂർത്തമായല്ലോ അല്ലേ? അപ്പോൾ നമുക്ക് ആ ചടങ്ങ് നടത്താമല്ലോ. തീർച്ചയായിട്ടും ആ ചടങ്ങ് നടത്താം. ആ മോതിരെടുത്ത് കൈ കൊടുത്തേക്ക്. അങ്ങനെ അവന്തികയുടെ കയ്യിലേക്ക് മോതിരെടുത്ത് കൊടുക്കുക. എന്നിട്ട് അനിയുടെ കയ്യിലേക്ക് ഇടാനായിട്ട് പറയുക. അവന്തിക അനിയെ തന്നെ ഇങ്ങനെ നോക്കുക. പക്ഷെ അനി അവന്തികയെ നോക്കുന്നത് പോലുമില്ല. എന്തെങ്കിലും ആവട്ടെ, ഇവനെ കല്യാണം കഴിച്ചല്ലേ മതിയാവുള്ളൂ, എന്നാലല്ലേ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശങ്ങളെല്ലാം നടക്കുകയുള്ളൂ എന്നൊക്കെ വിചാരിച്ച് അവന്തിക ഈ മോതിരമെടുത്ത് അനിയുടെ കയ്യിലിടാൻ പോകുന്ന ആ സമയത്ത് നിർത്തവിടെ എന്നും പറഞ്ഞുകൊണ്ട് വരുന്നട 3 എണ്ണം. അതായത് നമ്മുടെ അനാമികയും അതേപോലെ തന്നെ വേണുവിൻ്റെ ഭാര്യയും കൂടി അവിടെ വരികയാണ്. നിങ്ങൾ എന്തായി ചെയ്തു കൂട്ടുന്നത് എന്ന് ചോദിക്കണം. നീ എന്തിനാണ് ഇപ്പം ഇങ്ങോട്ട് കയറി വന്നത്?
നീ എന്താവശ്യത്തിന് വേണ്ടി ഇങ്ങോട്ട് കയറി വന്നേന്ന്? ഇറങ്ങിപ്പോടാ എൻ്റെ വീട്ടിൽ നിന്ന്. എൻ്റെ പൊന്ന് സാറന്മാരെ, വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ വന്നത്. പക്ഷേ ഇവിടെ ഈ നടക്കുന്ന ചടങ്ങ് അന്യായമാണ്. നിന്റെ ഡിവോഴ്സ് കഴിഞ്ഞോടാ? ഇല്ലല്ലോ. ഒരു ഭാര്യ നിൽക്കുമ്പോൾ നിനക്ക് ആരാണ് അധികാരം തന്നു മറ്റൊരു പെണ്ണിൻ്റെ വിരലിൽ മോതിരം ചാർത്ത്? നിനക്ക് ആരാണ് അധികാരം തന്നെന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണു അവിടെ തുടങ്ങി. അപ്പോഴേക്കും അനാമികയും പറയണം, അതെ അതെ, ഇവൻ്റെ കള്ളത്തരമൊക്കെ പൊളിച്ചെടുക്കണു വച്ചാ. അപ്പോൾ എന്നെ ഭാര്യയായിട്ട് വെച്ച് വേറൊരുത്തിയെ കൂടെ താമസിപ്പിക്കാനാണ് നിൻ്റെ താല്പര്യം അല്ലേ എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ കിടന്ന് അനാവശ്യങ്ങൾ അങ്ങോട്ട് പറഞ്ഞു കൂട്ടുകയാണ്. അപ്പോൾ അനാവശ്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ ഇവിടെ കേടോ, തനിക്ക് നാണമില്ലേടോ? താൻ ഈ കുടുംബത്തിലെ കാർന്നവരാണെന്നൊക്കെ പറയുന്നുണ്ടല്ലോ. തൻ്റെ അന്തസ്സൊക്കെ അതേ പാടി നടക്കുകയാണല്ലോ. എന്നിട്ട് ഇതാണോടോ തൻ്റെ അന്തസ്? കൊച്ചുമകന് ഒരു ഭാര്യ നിൽക്കേ വേറൊരു പെണ്ണിനെ കൂട്ടിക്കൊടുക്കുന്ന സ്വഭാവമാണോടോ തനിക്ക്? ഇത് കേട്ട മുത്തശ്ശന് സഹിക്കോ? മുത്തശ്ശൻ തൻ്റെ കൈപ്പത്തി ഉയർത്തി പൊങ്ങിച്ചാടി പടക്കെന്ന് പറഞ്ഞു അടി കൊടുക്കുകയാണ്. വേണുവിൻ്റെ കാരണം നോക്കി അനാമികയും ബാക്കി എല്ലാവരും കൊണ്ടോട് പേടിച്ചു പോയി. അപ്പോഴേക്കും ഈ ഒരു കിടന്ന് പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ ജലജ പറയുകയാണ്, അച്ഛാ ഇവരൊക്കെ മനഃപൂർവ്വം മുടക്കാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അച്ഛാ മുഹൂർത്തം കഴിയുന്നതിന് മുമ്പ് തന്നെ പെട്ടെന്ന് തന്നെ മോതിരച്ചടങ്ങ് നടത്തണം അച്ഛാ. ആരൊക്കെ എന്തൊക്കെ പ്രശ്നം ഉണ്ടാക്കിയാലും ശരിയച്ഛാ, ഈ ചടങ്ങ് ഇവിടെ നടന്നിരിക്കണം. ഇവരുടെയൊക്കെ പ്ലാന് അത് തന്നെയാണല്ലോ. പക്ഷേ അനിയുടെ മനസ്സിലെ പ്രാർത്ഥനയാണ് ഇതെങ്ങനെയെങ്കിലും മുടങ്ങണേന്ന്. അവന്തികയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അതേപോലെ തന്നെ അഭിയും ടെൻഷൻ അടിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പം അതെ എടാ, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ചെയ്യടാ. എൻ്റെ കൊച്ചുമോൻ്റെ ഇവിടെ ഈ നിശ്ചയം ഇവിടെ നടന്നിരിക്കും. എടോ തനിക്ക് നാളിലിട എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലടാ. നടത്ത് എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അവന്തികയും അതേപോലെ തന്നെ അനിയും കൂടി മോതിരം മാറ്റാനെങ്കിൽ നടത്താൻ പോകുമ്പോൾ ദാ വരുന്നു മറ്റൊരാൾ നല്ല മാസ് എൻട്രി ആയിട്ട്. നിർത്തവിടെ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നന്ദു വരികയാണ്. എന്താ ഇവിടെ നടക്കുന്നത്? അപ്പോൾ നന്ദുവിനെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കനകവും ഗോവിന്ദം പേടിച്ചു പോയി. മോളെ നന്ദൂട്ടാ, നീ എന്തേ കാണിക്കുന്നത്? നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും അതെ എനിക്കൊരു പരാതി കിട്ടിയിട്ടുണ്ട്. അനാമിക വന്നാണ് എനിക്ക് പരാതി തന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൽ കേസെടുത്തേ മതിയാവുള്ളൂ. ഭാര്യ നിൽക്കെ മറ്റൊരു പെണ്ണിൻ്റെ വിരലിൽ മോതിരം ചാർത്തുന്നു, വേറൊരു പെണ്ണിനെ കല്യാണം കഴിക്കാനായിട്ട് ഒരുങ്ങുന്നു. ഡിവോഴ്സ് ആയില്ലല്ലോ, അതിനു മുമ്പ് തന്നെ ഇങ്ങനെ ചെയ്യാൻ പാടില്ല എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മുടെ നന്ദുവിൻ്റെ മാസം മറുപടി. ഇതെല്ലാം കേട്ട് എല്ലാവരും മന്ദിച്ച് നിൽക്കുക. പക്ഷേ അനിയാണെങ്കിൽ നന്ദുവിനെ നോക്കി ഒന്ന് ചിരിക്കുകയും ചെയ്യാണ്. എനിക്ക് സന്തോഷമായി. അപ്പോൾ ഈ കനകവും ഗോവിന്ദൊക്കെ പറയുന്നുണ്ട്. കനകം വന്ന് നന്ദുവിനെ വിളിക്കണം, മോളെ നീ എന്താ മോളെ ഈ പറയുന്നത്? നീ ഒന്ന് പോകാൻ നോക്കിക്കണ്ടേ, നിശ്ചയം നടക്കട്ടെ, നീ എന്നോട് ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞില്ലേ? അമ്മയൊന്നും മിണ്ടാതിരിക്കമ്മേ. എനിക്കൊരു കേസ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് അങ്ങോട്ട് വരാതിരിക്കാനായിട്ട് കഴിയില്ല. ഇത് എൻ്റെ കേസിൻ്റെ ഭാഗമാണ്. ഒരാൾ പരാതി തന്നു കഴിഞ്ഞാൽ അതെനിക്ക് അന്വേഷിക്കണ്ടേ? അവിടെ നടക്കുന്നത് എന്താണെന്ന് എനിക്ക് അറിയണ്ടേ? അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ലാതെ ആരെയും ശല്യപ്പെടുത്താനോ ഒന്നും മുടക്കാൻ വേണ്ടിയല്ല. എനിക്ക് അനാമിക തന്ന പരാതിയുടെ പേരിലാണ് ഞാനിവിടെ വന്നത്. സാർ, ഇവിടെ ഈ ഒരു കാര്യം നടക്കാനായിട്ട് പാടില്ല. കാരണം ഇത് നിയമവിരുദ്ധമാണ്. ഭാര്യയുള്ളപ്പോൾ ഭാര്യയെ ഡിവോഴ്സ് ചെയ്യാതെ മറ്റൊരു പെണ്ണിൻ്റെ കഴുത്തിൽ താലി ചാർത്തുന്നത് അത് കുറ്റകരമായ കാര്യമാണ് സർ എന്നും നമ്മുടെ മുത്തശ്ശനോട് പറയുകയാണ്. ഇതെല്ലാം കേട്ട മുത്തശ്ശനും ആകെ അന്തം വിട്ടൊരവസ്ഥയിൽ. അപ്പോൾ ജലജയാണെങ്കിൽ കണ്ടോ ഇത് ഇവർ പ്ലാൻ കൂട്ടി വന്നിരിക്കുകയാണെന്നൊക്കെ ജലജ ഇങ്ങനെ പറയുകയാണ്. കണ്ടോ ഇവളെയും കൊണ്ട് വന്നിരിക്കുക. ഈ നിശ്ചയം മുടക്കാൻ കറക്റ്റ് സമയത്ത് തന്നെയല്ലേ ഇവൾ വന്നത്. എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. ഈ കാര്യത്തിൽ എനിക്ക് അറസ്റ്റ് ചെയ്തേ മതിയുള്ളൂ, ഒരു അറസ്റ്റ് ഉണ്ടാകും എന്നൊക്കെ സംസാരിക്കുകയാണ്. അപ്പോൾ ഈ അനാമികയുടെ അച്ഛനൊക്കെ പറയുന്നുണ്ട്, അറസ്റ്റ് ചെയ്യുക, എന്തിനാ വെറുതെ നോക്കി നിൽക്കുന്നത്, അറസ്റ്റ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും കാര്യങ്ങൾ നോക്കട്ടെ, കാര്യങ്ങൾ എവിടത്തോളം പോകുമെന്നറിയാതെ അറസ്റ്റ് ചെയ്യാണ്ട് എന്താണ് സംഭവിക്കുന്നത് എന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ടുള്ള കാരണങ്ങൾ വേണം. എന്നാൽ മാത്രമല്ലേ എനിക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മുടെ നന്ദുവിൻ്റെ ഇടപെടൽ കാരണം ആ ഒരു നിശ്ചയം അവിടെ മുടങ്ങിയിരിക്കുകയാണ്. അനിയാണെങ്കിൽ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുകയും ചെയ്യണം. അതേപോലെ തന്നെ നമ്മുടെ നവ്യയും തുള്ളിച്ചാടുകയാണ്. നവ്യ ഈ ഒരു കാരണത്തിന് വേണ്ടിയാണല്ലോ കാത്തിരുന്നത്. അപ്പം നാളെ സംഭവിക്കാനായിട്ട് പോകുന്നത് അടിപൊളി രംഗം തന്നെയാണ്. ആ അടിപൊളി രംഗത്തിന് വേണ്ടി എല്ലാവരും കാത്തിരിക്കണേ. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി ആശംസിച്ചുകൊണ്ട് തന്നെ നമസ്കാരം. താങ്ക് യു സീഗൻ. ബൈ.